ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അസ്റ്റർ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ കവിതയാണ്. സക്സസ്, ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെലോയുടെ കവിതയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കവിതയിലേക്ക് പോകുന്നതിന് മുന്നേ അതിൻ്റെ സമ്മറി നമുക്കൊന്ന് പറയാം. ആദ്യം തന്നെ എന്താണ് കവിതയിൽ പറയുന്നതെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് കവിതയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിട്ട് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് എന്തില്ല, ചിറകുകളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉയരത്തിലേക്ക് പറക്കാനൊന്നും സാധിക്കില്ല. നമുക്ക് പക്ഷേ ദൈവം എന്ത് തന്നിട്ടുണ്ടോ? കാല് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഉയരങ്ങൾ പതിയെ പതിയെ കീഴടക്കാൻ പറ്റും. അതായത് നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. പക്ഷെ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ? കഠിനാധ്വാനമാണ്. ഓക്കെ, അപ്പം ആ കഠിനാധ്വാനത്തിലൂടെ മാത്രമാണ് നമുക്ക് വിജയം സാധ്യമാകുക. ഓക്കെ, അപ്പോൾ അതിന് ഈ കഠിനാധ്വാനം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് എക്സാമ്പിളായിട്ട് അതിന് മുന്നിൽ നമ്മൾ തരണം ചെയ്യേണ്ട, അല്ലെങ്കിൽ ഓരോന്നിനെ തരണം ചെയ്ത് എങ്ങനെയാണ് നമ്മൾ വിജയത്തിൽ എത്തുന്നത് എന്ന് പറയാൻ വേണ്ടി ഓരോ സ്റ്റാൻസയിലും കുറച്ച് പിരമിഡ്സും മൗണ്ടെയിൻസും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഗ്രേറ്റ് മെൻ എന്ന് പറഞ്ഞാൽ മഹത്തായ വ്യക്തികളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ജീവിതത്തിൽ വലിയ വിജയമൊക്കെ നേടി, അതായത് തീരെ താഴ്ന്ന നിലയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് വിജയങ്ങൾ നേടിയ ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ജീവിതത്തിൽ വിജയം നേടിയ? അതായത് കൂടെയുള്ളവർ സാധാരണ നോർമലി ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർ മഹത്തായ വിജയത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് നേടിയെന്നൊക്കെ പറയുന്ന ഒരു കവിതയാണ്. ഓക്കെ, ഈ ഒരു അർത്ഥം വെച്ചിട്ട് നിങ്ങൾ ഈ കവിത ഒന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് സമ്മറിയിലേക്ക് പോവാം. ഓക്കെ, വി ഹാവ് നോട്ട് വിങ്സ്, വി കനോട്ട് സോർ. ഇതാണ് ആദ്യത്തെ വരി. എന്നർത്ഥം എന്താ? നമുക്ക് ചിറകുകളില്ല എന്നാണ്, അല്ലേ? ഹ്യൂമൻസ് ഡോണ്ട് ഹാവ് സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. മനുഷ്യർക്ക് അങ്ങനെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒന്നുമില്ല. നമുക്ക് ഒറ്റയടിക്കിനെ കുതിച്ചുയർന്ന് പറക്കാനൊന്നും പറ്റില്ല. സോർ മീൻസ് കുതിച്ചുയരുക, പറന്ന് ഉയരുക എന്ന് പറയാം. നമുക്ക് പെട്ടെന്ന് പറന്ന് വരാനൊന്നും പറ്റില്ല. ബട്ട് വി ഹാവ് ഫീറ്റ് ടു സ്കെയിൽ ആൻഡ് ക്ലൈംബ്. നമുക്ക് എന്തുണ്ട്? ഈവൺ വിതൗട്ട് വിങ്സ് വി ഹാവ് വാട്ട് വി നീഡ്, അവർ ഫീറ്റ് ടു ക്ലൈംബ്. നമുക്ക് എന്തുണ്ട്? നമ്മുടെ കാലുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മീൻസ് അത് വെച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ എഫേർട്ട് എടുത്ത് നമുക്ക് കയറി ചെല്ലാൻ വേണ്ടി പറ്റും. ഓക്കെ, ബൈ സ്ലോ ഡിഗ്രീസ് ബൈ മോർ ആൻഡ് മോർ. അടുത്ത വരി അതാണ്, ബൈ സ്ലോ ഡിഗ്രീസ് ബൈ മോർ ആൻഡ് മോർ. അപ്പോൾ എങ്ങനെയാണ് പ്രോഗ്രസ് വരുന്നത്? എങ്ങനെയാണ്? മെല്ലെ വരിക, ലിറ്റിൽ ബൈ ലിറ്റിലാണ് നമ്മുടെ വിജയത്തിലേക്ക് നമ്മളെത്തുക. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മളെത്തിപ്പോകുന്നില്ല. ഓക്കെ, നമ്മൾ അധ്വാനിക്കുക, കഷ്ടപ്പെടുക, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വിജയത്തിലേക്ക് എത്തും. ഇറ്റ്സ് ഓഫ് അവർ ടൈം. അപ്പോൾ എന്താണ്? നമ്മുടെ അച്ചീവ്മെൻറ്റ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണോ ഗോള്, അവിടേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നത് ലിറ്റിൽ ബൈ ലിറ്റിലായിട്ടാണ്. മെല്ലെ മെല്ലെ അവസാനം നമുക്ക് എവിടെ എത്താം? ആ ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അതിനെന്തെടുക്കും? സമയമെടുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദ മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ, the wedge like cleave the desert airs. നെക്സ്റ്റ് 2 ലൈനാണ്. The pyramids symbolize the huge human achievements, impressive monuments built by many small actions. അപ്പം 2 കാര്യത്തിൽ നമുക്ക് അതിനർത്ഥമാക്കാം. ഒന്ന്, ആ പിരമിഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? മനുഷ്യരുടെ അച്ചീവ്മെൻ്റാണ്, അല്ലേ? വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അതിങ്ങനെ എവിടെയുള്ളത്? ഡെസേർട്ടിൽ അങ്ങനെ നടുക്കിങ്ങനെ നിൽക്കുകയാണ്. വെഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പ് എന്നൊക്കെ പറയില്ലേ, മരത്തിൻ്റെയൊക്കെ ഈ ഇതിൻ്റെ ഇടയിൽ അടിച്ച് കയറുന്ന ഇതിന് നമ്മൾ ആപ്പിൻ്റെ ആകൃതിയിലാണ് എന്തുള്ളത്? ഈ പിരമിഡ് ഉള്ളത്. അപ്പോൾ അതിങ്ങനെ പിരമിഡ് ഈ ഡെസേർട്ടിന് നടുക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ കാറ്റിനൊക്കെ എന്താണ്? 2ആയിട്ട് ഇങ്ങനെ പകുത്ത് വിടുന്ന രീതിയിൽ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളത് കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ നമ്മളിങ്ങനെ നോക്കും. പക്ഷേ എങ്കിൽ അയ്യോ എന്തൊരു ഉയരാ, അല്ലേ? ആ ചിന്ത വരുമ്പോൾ വെൻ നിയർ സീൻ ആൻഡ് ബെറ്റർ നോൺ. അപ്പം നമ്മൾ കുറച്ചുകൂടി അതിന് അടുത്തേക്ക് പോയി നോക്കുക. ഓക്കെ, നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കത് മനസ്സിലാവും. ആർ ബട്ട് ജൈജാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയേഴ്സ്. ഓക്കെ, നമുക്ക് അവിടെ ഒരു മാജിക് കാണാൻ പറ്റും. എന്താണ്? അതിന് സ്റ്റെയർ കേസ് ഉണ്ട്, ബിൽഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതെങ്ങനെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്? ഒരു ഒറ്റയടിക്ക് അങ്ങനെ ബിൽഡ് ചെയ്തതല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എന്താണ്? അതിന് മുകളിലോളം സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അത് ഗ്രേറ്റ് എഫേർട്ട് എടുത്തിട്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറി പോകാനും പറ്റും. അതായത് ദൂരം നോക്കുമ്പോൾ അത് വലിയതാണ്, അതിന് മുകളിലേക്ക് നമുക്ക് കയറാനും പറ്റില്ല എന്ന് തോന്നുന്നത്. അടുത്ത് വരുമ്പോൾ നമുക്ക് എന്താണ്? അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കത് കാണാൻ വേണ്ടി പറ്റും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് സ്റ്റെയേഴ്സ് അതിനുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ എന്തെന്ന് ദൂരെ നിന്ന് നോക്കി കാണുമ്പോഴും അത് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുകയും അടുത്തേക്ക് പോകുമ്പോഴാണ്, അത് എന്ത് കാര്യം, നമ്മുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എന്ത് കാര്യത്തിലായാലും അടുത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് എത്രത്തോളം അത് എളുപ്പമാണെന്ന് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ നമ്മളതിന് ഇറങ്ങി തിരിച്ചാൽ നമുക്കത് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ലൈൻ നോക്കാം. ദ ഡിസ്റ്റന്റ് മൗണ്ടെയിൻസ് ദാറ്റ് അപ്പിയർ,
ദ സോളിഡ് ബാസ്റ്റൻസ് ഓഫ് ദ സ്കൈ. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് മൗണ്ടെയിൻസിനെയാണ്. മൗണ്ടെയിൻ കണ്ടിട്ടില്ലേ, വലിയ ആകാശം മുട്ട ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പിന്നെ ഉയർന്നു നിൽക്കുന്ന ഈ പറഞ്ഞ പർവ്വതങ്ങളെ കാണുന്ന സമയത്ത് എന്താണ് ഇത് പറയുന്നത് ദ സോളിഡ് ബാസ്റ്റൻസ് ഓഫ് സ്കൈസ് എന്നാണ്. അപ്പം വലിയ കോട്ട പോലെ ആകാശമുട്ട ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ, അപ്പം അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നും. പക്ഷേങ്കിൽ ആർ ക്രോസ്ഡ് ബൈ pathways that appear. Even these massive mountains have paths crossing them, routes that make ascent possible. അതായത് നമുക്ക് പിന്നെ അതിലേക്ക് അടുത്ത് പോകും തോറും നമുക്കതിൽ വഴികൾ കാണാം. അതാണ് ഒന്നുകിൽ നമുക്ക് മുമ്പേ വന്നവർ വെട്ടി തെളിച്ച വഴികളായിരിക്കാം. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഉയരങ്ങളിലേക്ക് കീഴടക്കാൻ വേണ്ടി ഉയരങ്ങളിലേക്ക് കയറിപ്പോകാം. ആസ് വി ടു ഹയർ ലെവൽ റൈസ്. അപ്പം നമ്മളെന്താണ് അതിന് മുകളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് അടുത്ത വഴി കാണും. അതായത് ഈ വരികളിൽ സ്റ്റാൻസിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ ലക്ഷ്യം വല്ല മല പോലെ മുന്നിൽ നിന്നോട്ടെ, നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുകളിലോട്ട് ഇല്ലെങ്കിൽ എന്തൊരു വഴി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം. ആ വഴി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമ്മളൊരു എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മളെ പഠിത്തത്തിൻ്റെ കാര്യം തന്നെ പറയാം. നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല തന്നെയാണ്. നമ്മൾ പഠിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ നമുക്ക് അതിനുള്ള വഴി കണ്ടെത്തിക്കൊണ്ടേയിരിക്കാൻ പറ്റും. നമുക്ക് അതിനെന്താണ് ആദ്യം കിട്ടുന്നത് ഇത് മനസ്സിലാവുന്നില്ല, നമ്മൾ വീണ്ടും അതിൻ്റെ സോഴ്സ് കണ്ടെത്തും. ഓക്കെ, അതുപോലെ ഇപ്പം ഓൺ എക്സാം കഴിഞ്ഞു, ഓൺ എക്സാമിന് മാർക്ക് കുറഞ്ഞവരെന്ത് തീരുമാനിക്കുക, നമ്മളിതുപോലെ വല്ല പർവ്വതം പോലെ മല പോലെ ഒന്നും കാണണ്ട, വളരെ സിമ്പിളാണ്, നമുക്ക് കയറിപ്പോകാൻ അടുത്ത പരീക്ഷ ഇതിൽ സിമ്പിളായി നമ്മൾ ചെയ്യുമെന്ന് അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് 4 വരി നോക്കാം. The heights by great men reached and kept were not attained by sudden flight. നമ്മൾ തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യം അതാ, വലിയ വലിയ ആൾക്കാരൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ കീഴടക്കിയ ഉയരങ്ങളൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതൊന്നുമല്ല, പെട്ടെന്ന് പൊട്ടി കളിച്ചതൊന്നുമല്ല. ഓക്കെ, അപ്പം എന്താണ്, അവരൊരുപാട് പിന്നെന്താണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് എഫേർട്ട് എടുത്തിട്ടാണ് അവരുടെ ആ ഒരു ലക്ക് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ബട്ട് ദ വൈൽ ദർ കമ്പാനിയൻസ് സ്ലെപ്റ്റ് വേർ ടോയിലിംഗ് അപ്വാർഡ് ഇൻ ദ നൈറ്റ്. അവരുടെ കമ്പാനിയൻസ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ ഗ്രേറ്റ് മെൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് രാവ് പകലില്ലാതെ അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ എല്ലാ ജീവിതത്തിൽ അതുണ്ടായിട്ടുണ്ടാവുക, സക്സസ് ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് എന്താണ്, നമുക്ക് പേഷ്യൻസ് ഉണ്ടാവണം, ക്ഷമയുണ്ടാവുക, അതുപോലെ തന്നെ ഒരു ദൃഢനിശ്ചയം ഉണ്ടാവണം. നമ്മൾ കഷ്ടപ്പെട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തുണ്ടാവും, വലിയ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് കവി നമ്മളോട് പറയുന്നത്. പക്ഷേ അതിനെന്തെടുക്കും, സമയമെടുക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ കവിത പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നമ്മൾ ക്ലാസ്സുകൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞങ്ങൾ ക്ലാസ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് ക്ലാസ് എല്ലാ ക്ലാസ്സും നോക്കുക. ഓക്കെ, പറ്റുന്ന സമയം നമ്മൾ പറ്റുന്ന ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ.